ഹലോ നമസ്കാരം. പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതം മാർച്ച് 28-നാണ് തിയേറ്ററുകളിലെത്തിയത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിലായി പാൻ ഇന്ത്യ ലെവൽ റിലീസായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കഴിഞ്ഞ 16 വർഷത്തെ കഷ്ടപ്പാടുകൾക്കെല്ലാം അർഹിച്ച മറുപടി എന്നോണം നിറഞ്ഞ സദസ്സുകളിലാണ് ഈ ചിത്രം പ്രദർശിക്കപ്പെട്ടത്. ഓൺലൈൻ സൈറ്റുകളടക്കം ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. പെരുന്നാൾ നോമ്പും ദുഃഖവെള്ളിയാഴ്ചയുമൊക്കെ ആയിട്ട് പോലും മലയാളികൾ ഈ ചിത്രത്തെ ഒന്നടങ്കം ഏറ്റെടുത്തു. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നോവൽ വായിച്ച നാൾ മുതൽ തന്നെ നജീബിൻ്റെ ഒരു ചിത്രം നമ്മളുടെ എല്ലാ മനസ്സിൽ കയറിയതാണ്. അതിനെ സാധൂകരിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച പൃഥ്വിരാജ് വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. കൈയടക്കത്തോടെയുള്ള ബ്ലസ്സിയുടെ സംവിധാനവും AR റഹ്മാൻ്റെ സംഗീത സംവിധാനവും റസൂൽ പൂക്കുട്ടിയെ പോലെ മികച്ച ടെക്നീഷ്യൻസിൻ്റെ എഫേർട്ടും കൂടിയായപ്പോൾ ഈ ചിത്രം ഒരു ഇൻ്റർനാഷണൽ മെറ്റീരിയലായി മാറി. അതിൻ്റെ തെളിവാണ് ഓപ്പണിംഗ് ഡേയിൽ ഈ ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത. കേരളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രം നേടിയത് 6.5 കോടി രൂപയാണ്. മറ്റു ഭാഷകളിൽ നിന്നുമായി 1 കോടിയോളം കളക്ട് ചെയ്തു. അങ്ങനെ ആദ്യ ദിനം 7.5 കോടി കളക്ഷൻ എന്ന ചരിത്രം സൃഷ്ടിച്ച് ബ്ലസ്സിയുടെ ആടുജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.